ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ബാംഗ്ലൂരിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം ആരെയും വെറുക്കുന്നില്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു. നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു, ദൈവത്തിന് വിപരീതമായി പ്രവർത്തിച്ചവരായിരുന്നു. എന്നാൽ കൃപയാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനിടയായി തീർന്നു. അതേ വിഷയം തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് 30-ാം വാക്യം മുതൽ പറയുന്നു, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ, അഥവാ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു, ദൈവത്തെ അനുസരിച്ചില്ലായിരുന്നു. എന്നാൽ യഹൂദന്മാരായിരുന്നു ദൈവത്തിൻ്റെ ജനം, അവരുടെ അനുസരണക്കേടിനാൽ കരുണ നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീർന്നു. എന്നിട്ട് പറയുകയാണ് 31-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. നാം അനുസരിക്കാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ വന്നതുപോലെ ഇന്ന് ദൈവം നമുക്ക് കരുണ കാണിച്ചു. ഇന്ന് യഹൂദന്മാർ അനുസരിക്കാതിരിക്കുന്നത് അവർക്കും കരുണ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ നോക്കുക. അതൊരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് ഞാൻ അനുസരിക്കാതെ ജീവിച്ചു കൊള്ളാം, ഒരു ദിവസം ദൈവത്തിൻ്റെ കരുണ വരുമല്ലോ, അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ ഇവിടെ കാണുന്നു. അന്യജാതികളായ നമ്മളോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ മൊത്തമായ പദ്ധതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അനുസരിക്കേണ്ടി ജീവിച്ചു കൊള്ളാം, ഒരു ദിവസം ഞാൻ ശരിയായിക്കൊള്ളുമെന്ന് ഒരിക്കലും ആരും കരുതരുത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. നാം പലപ്പോഴും നമ്മുടെ ബുദ്ധിയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ 99% പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. ദൈവം തൻ്റെ ജ്ഞാനത്തിലും അറിവിലും വിവേകത്തിലുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കാര്യങ്ങൾക്ക് യാതൊരു തെറ്റും വരികയില്ല. എന്നിവിടെ ആഴം മനസ്സിലാക്കുക. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഹോചരവുമാകുന്നു. 34-ാമത്തെ വാക്യത്തിൽ, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ. ഈ കർത്താവിൻ്റെ മനസ്സ് ഒരു വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ വളരെ ഈസിയായി നമുക്ക് ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായി കഴിയും. കാരണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇതാണ് കർത്താവിൻ്റെ വഴി. പലപ്പോഴും കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പറയാറുണ്ട്, ഞാൻ ഇത്ര വർഷം ജീവിച്ചിട്ടും എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കിയിട്ടില്ല. അത് ഭർത്താവ് പറയുന്നു, അല്ലെങ്കിൽ ഭാര്യ പറയുന്നു. അപ്പോൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്ന ഈ കാര്യങ്ങൾക്ക് പരിഹാരം വന്നേനെ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയിരിക്കുന്നവൻ ആരാണ്? എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സത്യമൊന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവിനെ അറിയുവാനിടയായി, സത്യമറിഞ്ഞു, സത്യം എന്നെ സ്വതന്ത്രനാക്കി. ആ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ 35-ലധികം വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതോ മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. നോക്കുക, ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ സകല കാര്യങ്ങളും അറിയുന്നവനാണ്. രാജാവ് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യുന്നവനാണ്. നമ്മളോട് ആ വിധത്തിലാണ് ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത്. നാം ആരും അകന്നു നിൽക്കുന്ന ഒരു ദാസനെ പോലെയല്ല ദൈവം നമ്മളോട് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മക്കളെന്ന നിലയിൽ ദൈവത്തോട് നിരന്തരം സംസർഗം പുലർത്തി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട്
ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. 36-ാം വാക്യത്തിൽ പറയുകയാണ്, സകലവും അവനിൽ നിന്നും. ഈ ഒരു അറിവ് നമുക്ക് ലഭിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരും. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. ഇവിടെ നമുക്ക് മാനുഷ്യമായൊരു മഹത്വമില്ല. ഈ ലോകത്തിൽ ദൈവ ശുശ്രൂഷയുടെ പേരിലോ ആത്മീയ കാര്യങ്ങളുടെ പേരിലോ ആരെങ്കിലും അഹങ്കരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് എന്ന് ശ്രമിച്ചാൽ, അവനേക്കാളും വലിയ വിഡ്ഢി ലോകത്തിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താണ്? സകലവും, ആത്മീയമാകട്ടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളാകട്ടെ, സകലവും അവനിൽ നിന്നാണ് വരുന്നത്. മനുഷ്യമായി എനിക്കതിനുള്ള ഒരു കഴിവുമില്ല. ദൈവത്തിൽ നിന്ന് വരുന്നു, എല്ലാം അവനിലേക്ക് പോകുന്നു. അവനാലും എല്ലാം യേശുക്രിസ്തുവിനാലും അവസാനം അവങ്കലേക്കും ആകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് 11-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം പരിശോധിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ സകല മഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആ മഹത്വം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കാം. യഹൂദനോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ, കരുണ കാണിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചെങ്കിൽ, അന്യജാതികളായ നമ്മളോട് തീരുമാനിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. മാനസാന്തരപ്പെട്ട് കടന്നു വരിക, കർത്താവിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ഒരു ദൈവത്തിന്റെ മകനെന്ന നിലയിൽ സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. ദൈവം കേൾവിക്കാരായ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം നൽകിയതിനായി സ്തോത്രം. കർത്താവെ, നിന്റെ വഴി, നിന്റെ സ്നേഹം, നിന്റെ കർത്താവെ പദ്ധതികൾ എത്ര ആഴമാണ് കർത്താവെ. നിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ജീവിതത്തിൽ വന്നുപോയ കുറവുകളും പോരായ്മകളും ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.